മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ പീഡന ആരോപണവുമുണ്ടെന്ന് പി വി അൻവർ മീഡിയ വണ്ണോട്. നായനാർ സർക്കാരിന്റെ കാലത്ത് സമാനമായ പരാതിയിൽ നടപടി നേരിട്ട ശശിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇത്രയും ഗൗരവമുള്ള പരാതികളാണ് പാർട്ടിയും മുഖ്യമന്ത്രിയും അവജ്ഞയോടെ തള്ളിയതെന്നും പി വി അൻവർ പറഞ്ഞു. പി ശശി എന്തിനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നായനാർ സമയത്ത് മാറ്റിയിട്ടില്ല. അതെ, നടപടി ഉണ്ടായല്ലോ. പാർട്ടിയിൽ നിന്ന് അങ്ങനെ വന്നിട്ട് പൂജ്യത്തിലേക്ക് എത്തിയില്ലേ? എന്തായിരുന്നു ആരോപണം? പിന്നെ ഇപ്പൊ എന്താ അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയോ? അത് ഞാൻ കൊടുത്ത പരാതി ഉണ്ടല്ലോ, ആ പരാതി ഒന്ന് വായിക്കണം. ഞാൻ പുറത്ത് പാർട്ടി സഖാക്കൾ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ വായിക്കാം. സമാനമായ ആരോപണമുണ്ട്. അദ്ദേഹത്തിന് ഇപ്പൊ 10-25 കൊല്ലമില്ലേ മനുഷ്യന് പ്രായം വരുമ്പോൾ നമ്മളൊക്കെ ഭയങ്കര നല്ല ആളുകളാണെന്ന് പറയുന്നില്ല. നായനാർ സർക്കാരിന്റെ കാലം കഴിഞ്ഞ് 25 വർഷം കഴിയുമ്പോൾ മനുഷ്യന്റെ ഈ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രായം കൊണ്ടെങ്കിലും മാറ്റം വരൂലേ? അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് പാർട്ടിയോട് പരിശോധിക്കാനാണ് പറഞ്ഞത്. അതിലെ കഴമ്പില്ല എന്ന് പറഞ്ഞു. പാർട്ടി സഖാക്കൾ പരിശോധിക്കട്ടെ. അതായത് പാർട്ടിയിൽ അദ്ദേഹം താഴേക്കിടയിലേക്ക് പോകാൻ ഇടയാക്കിയ തരത്തിലുള്ള ആരോപണങ്ങൾ താങ്കൾ നൽകിയ ഈ പരാതിയിലുണ്ട്. ഉണ്ട്. എന്താ CM പറഞ്ഞ് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നു, അവജ്ഞയോടെ തള്ളിക്കളയുന്നു അല്ലേ? ആ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ സാധനം ഈ പാവപ്പെട്ട സഖാക്കളൊന്ന് പരിശോധിക്കട്ടെ. പി വി അൻവറിന്റെ ഞെട്ടിപ്പിക്കുന്ന പരാതികളുണ്ട്, അദ്ദേഹം തൊടുത്തുവെക്കുന്ന അമ്പുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിൽ രാഷ്ട്രീയമായ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നത് പരിശോധിക്കണം. ഒപ്പം PB ഇന്ന് ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും, തീരുമാനമെടുക്കും എന്നുള്ളത് പറയാനുണ്ട്. സാജിദ് അജ്മലും ഒപ്പം സെയ്ഫ് സൈനുലാബ്ദീനും D ധനസുമോദും ചേരുന്നുണ്ട്. ആദ്യം സാജിദിലേക്ക്. സാജിദ്, ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന പരാതിയിൽ പി ശശിക്കെതിരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ വരും ദിവസങ്ങളിലൊക്കെ അത് പുറത്തു വന്നേക്കാം. പക്ഷേ ഈ ലൈംഗികാരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി ഇത്ര അവജ്ഞയോടെ തള്ളി എന്ന് പി വി അൻവർ പറയുമ്പോഴും എന്തുകൊണ്ട് ഇത് പരിശോധിച്ചില്ല എന്നുള്ളത് പറയുന്നുണ്ടോ? മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പി ശശിക്കെതിരെയും പാർട്ടിക്കെതിരെയും പി വി അൻവർ പറഞ്ഞത്? ഇനിയുള്ള നീക്കങ്ങൾ അൻവറിൻ്റേത് എങ്ങനെയായിരിക്കും? ധന്യ, മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമിക്കുന്ന ഒരു അഭിമുഖമാണ് ഇന്നലെ പി വി അൻവർ മീഡിയ വണ്ണിന് നൽകിയത്. ഈ മന്ത്രി മുഹമ്മദ് റിയാസ്, അത് മുഖ്യമന്ത്രിയുടെ മരുമകനാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കുമായാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. വീണ, മന്ത്രി റിയാസ്, ADGP MR അജിത് കുമാർ, പി ശശി, ഇത് കൂടാതെ അൻവർ ഇതുവരെ പേര് പറയാത്ത 2 പേർ എന്നിവർ ചേർന്ന ഒരു കോക്കസ് ആണ് ഭരണത്തെ മുഴുവൻ തന്നെ നിയന്ത്രിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയോട് ഈ നേരിട്ട് സംസാരിക്കാൻ MLA-മാർക്ക് പോലും അവകാശമില്ല. ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ, അത് കോർപ്പറേഷൻ മേയർ മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ള ഒരാൾക്കും മുഖ്യമന്ത്രിയെ കാണാനോ സംസാരിക്കാനുള്ള അനുമതി നൽകുന്നില്ല. ഇത് ഒരു ഭരണകാലത്തും ഈ മുഖ്യമന്ത്രിമാരുടെ സമീപനം ഈ രീതിയിലായിരുന്നില്ല. ഈ ശശിയും അതുപോലെ തന്നെ ഈ റിയാസും വീണയും ചേർന്നാണ് ഇതെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത്. ADGP MR അജിത് കുമാറും ഇതിന്റെ ഭാഗമാണ് എന്ന് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം കൂടാതെ മീഡിയ വണ്ണിനോട് അദ്ദേഹം പറഞ്ഞത് ഈ പി ശശിക്കെതിരായ ലൈംഗിക ആരോപണമാണ്. ഈ പി ശശി EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് അദ്ദേഹത്തിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ച് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. ഇതിന് കാരണം അന്ന് ഉയർന്ന ലൈംഗിക ആരോപണമാണ്. 25 വർഷങ്ങൾക്ക് ശേഷം പ്രായം ഇത്രയായിട്ടും ആ സ്വഭാവത്തിന് യാതൊരു കുറവുമില്ല. അത് തന്റെ പരാതിയിൽ കൃത്യമായി പാർട്ടിക്ക് എഴുതി നൽകിയിട്ടുണ്ട്. ആ പരാതിയാണ് അന്വേഷിക്കില്ല എന്നുള്ള കാര്യം പറയുന്നത്. അത് പാർട്ടിയോ സർക്കാരോ ഗൗരവമായി കാണാത്തത് തന്നെ വലിയ തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത്തരം ഒരു പരാതി അൻവർ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന് തീർച്ചയായും അന്വേഷിക്കേണ്ടി വരും. അൻവറിൽ നിന്ന് മൊഴിയെടുക്കണം. ആരാണ് ഈ ശശിയുടെ ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയായത് എന്ന് കണ്ടെത്തണം. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ ശശിയുടെ അറസ്റ്റ് ഉൾപ്പെടെ നടത്തേണ്ടി വരും. ആ കാര്യങ്ങളിലേക്കൊന്നും പാർട്ടിയോ സർക്കാരോ പോകുന്നില്ല എന്നൊരു പരാതിയാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്നത്. പി വി അൻവർ കൊടുത്തതിലുണ്ട്. ഇതുവരെ പാർട്ടി അതിൽ നടപടി എടുത്തിട്ടില്ലെങ്കിൽ അത് ഗുരുതര വിഷയമാണ്. അതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. സെയ്ഫിലേക്ക് കൂടി ചേരുന്നു. സെയ്ഫ്, പി വി അൻവർ ഇന്നലെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുടെ ചരിത്രത്തിൽ പോലും സ്വന്തം നിയമസഭാ കക്ഷിയുടെ ഭാഗത്തു നിന്ന് ഇത്ര രൂക്ഷമായൊരു വിമർശനം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് പിണറായിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ എതിരാളികൾ പോലും വിമർശിക്കുന്നതിനപ്പുറത്തേക്കാണ് തന്റെ മുന്നണിയിൽ നിന്നുള്ള ഒരു MLA മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയധികം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ പിണറായി വിജയനെതിരെ ഈ തരത്തിലൊരു വിമർശനം
ഉന്നയിക്കുന്നത്. പക്ഷേ ഇതുവരെ ഔദ്യോഗികമായ ഒരു വിശദീകരണത്തിന്, പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പഠിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ പഠിച്ച ശേഷം എന്നതിനപ്പുറത്തേക്ക് കൃത്യമായി ഔദ്യോഗികമായി ഒരു വിശദീകരണമോ ഒരു മറുപടിയോ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. ഇത്ര സമയമായിട്ടും എന്തുകൊണ്ടാണ്? CPM-ൽ എന്താണ് സംഭവിക്കുന്നത്? CPM-ന്റെ ഒരു പ്രതികരണം, അത് ഔദ്യോഗിക സ്വഭാവത്തിലുള്ള പ്രതികരണം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് 2 ദിവസത്തിന് മുമ്പ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ അതിഗുരുതരമായ ആരോപണങ്ങൾ, ഇപ്പോൾ ധന്യ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 25 വർഷത്തിനിടെ പിണറായി വിജയനെതിരെ ഇത്രയും വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ പോലും ഉന്നയിച്ചിട്ടില്ല. ഇതിനിടയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് VS പിണറായി യുദ്ധമായിരുന്നു. അതും VS-ന്റെ വാക്കുകൾക്കൊരു മിതത്വമുണ്ടായിരുന്നു, പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുന്ന വാക്കുകൾക്കൊരു മിതത്വമുണ്ടായിരുന്നു. ഈ രീതിയിൽ പ്രതിപക്ഷത്ത് നിന്ന് ആരെങ്കിലും അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചില്ല. ഉമ്മൻചാണ്ടി ഉന്നയിച്ചിട്ടില്ല, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിട്ടില്ല, VD സതീശൻ ഉന്നയിച്ചിട്ടില്ല. ഒരു പരിധിവരെ K സുധാകരനാണ് ഉന്നയിച്ചിട്ടുള്ളത്. അത് KPCCയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തെ എടുക്കാം. പക്ഷേ ഭരണപക്ഷത്ത് നിന്ന് ഇത്രയും വിമർശനങ്ങൾ പിണറായി വിജയന് ഈ സമീപകാലത്ത് ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പാർട്ടിയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇന്ന് ഉച്ചയ്ക്ക് 2:30 സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ശരി.